ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിരാക്ഷസനായ ഷെർലക് ഹോംസ് പരാജയപ്പെട്ടിരിക്കുന്നു. അതെ, ലണ്ടൻ നഗരത്തിലെ കുറ്റവാളികളെ വിറപ്പിച്ചിരുന്ന ആ അസാമാന്യ ബുദ്ധിയെ വെറും നിമിഷങ്ങൾക്കുള്ളിൽ ഒരു സ്ത്രീ നിഷ്പ്രഭമാക്കി. ഇത് ഷെർലക് ഹോംസിന്റെ പ്രണയകഥയല്ല, മറിച്ച് തന്റെ ജീവിതത്തിൽ ഹോംസ് കണ്ടുമുട്ടിയ ഏറ്റവും അപകടകാരിയും ബുദ്ധിമതിയുമായ ഐറീൻ ആഡ്ലർ എന്ന സ്ത്രീയുമായുള്ള ബുദ്ധിപരമായ യുദ്ധത്തിന്റെ കഥയാണ്. ഒരു രാജ്യത്തിന്റെ ഭാവി തന്നെ അപകടത്തിലായ അധികാരത്തിന്റെയും പ്രതികാരത്തിന്റെയും ഈ നിഗൂഢകഥയിലേക്ക് കടക്കാം. എല്ലാവർക്കും എക്ലിപ്സ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ കൂടുതൽ വീഡിയോകൾക്കായി ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ആ നിഗൂഢമായ കഥയിലേക്ക് കടക്കാം. ലണ്ടൻ നഗരത്തിലെ മഞ്ഞുമൂടിയ തെരുവുകളിൽ അന്ന് രാത്രിക്ക് പ്രത്യേകമായൊരു നിശബ്ദതയുണ്ടായിരുന്നു. 1888 ആ വസന്തകാലത്ത് ഡോക്ടർ വാട്സൺ തന്റെ തിരക്കുകളിൽ മുഴുകിയിരുന്നതിനാൽ ബേക്കർ സ്ട്രീറ്റിലെ ആ പഴയ മുറിയും ഷെർലക് ഹോംസ് എന്ന പ്രതിഭയെയും സന്ദർശിച്ചിട്ട് നാളുകളേറെയായിരുന്നു. എങ്കിലും ഷെർലക് ഹോംസിന്റെ ആ അസാമാന്യമായ നിരീക്ഷണ ബുദ്ധിയെയും ജീവിതശൈലിയെയും കുറിച്ച് ഡോക്ടർ വാട്സൺ എപ്പോഴും ചിന്തിക്കുമായിരുന്നു. ഹോംസിനെ സംബന്ധിച്ചിടത്തോളം വികാരങ്ങൾ എന്നത് ബുദ്ധിപരമായ തീരുമാനങ്ങളെ തടസ്സപ്പെടുത്തുന്ന വെറും തടസ്സങ്ങൾ മാത്രമായിരുന്നു. എന്നാൽ എല്ലാ നിയമങ്ങൾക്കും ഒരു അപവാദം എന്നതുപോലെ ഐറീൻ ആഡ്ലർ എന്ന സ്ത്രീ മാത്രം ഹോംസിന്റെ മനസ്സിൽ ഒരു പ്രത്യേക സ്ഥാനത്ത് നിലകൊണ്ടു. പ്രണയമായോ സ്നേഹമായോ അതിനെ കാണാൻ കഴിയില്ലെങ്കിലും ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിരാക്ഷസനെ തന്റെ ബുദ്ധിശക്തി കൊണ്ട് വിസ്മയിപ്പിച്ച ഏക വ്യക്തി എന്ന നിലയിൽ ദ വുമൺ എന്ന് മാത്രമാണ് ഹോംസ് അവരെ വിശേഷിപ്പിച്ചിരുന്നത്. ഒരു ദിവസം രാത്രി വൈകി ബേക്കർ സ്ട്രീറ്റിലൂടെ കടന്നുപോയ ഡോക്ടർ വാട്സന് 221B എന്ന നമ്പറിലുള്ള മുറിയിലേക്ക് ഒന്ന് കയറണമെന്ന് തോന്നി. മുകളിലത്തെ നിലയിലെ ജനാലയിലൂടെ നോക്കിയപ്പോൾ ഷെർലക് ഹോംസിന്റെ കറുത്ത നിഴൽ മുറിക്കുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേഗത്തിൽ നടക്കുന്നത് കാണാമായിരുന്നു. ആ നടത്തിന്റെ വേഗതയിൽ നിന്ന് തന്നെ ഹോംസ് വളരെ സങ്കീർണമായ ഏതെങ്കിലും കേസിന്റെ തിരക്കിലാണെന്ന് ഡോക്ടർ വാട്സന് മനസ്സിലായി. മുറിയിലേക്ക് പ്രവേശിച്ചപ്പോൾ ഹോംസ് വളരെ സന്തോഷത്തോടെയാണ് സ്വീകരിച്ചത്. അധികം സംസാരമില്ലാതെ തന്നെ ഡോക്ടർ വാട്സന്റെ വസ്ത്രധാരണത്തിൽ നിന്നും ഷൂസിലെ ചെളിയിൽ നിന്നും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ നടന്ന കാര്യങ്ങളെല്ലാം ഹോംസ് കൃത്യമായി പറഞ്ഞു. നിരീക്ഷണവും നിഗമനവും തമ്മിലുള്ള വ്യത്യാസം ഹോംസ് അവിടെ വീണ്ടും തെളിയിച്ചു. സംസാരത്തിനിടയിൽ മേശപ്പുറത്തിരുന്ന കത്ത് ഹോംസ് ശ്രദ്ധയിൽപ്പെടുത്തി. ആ കത്ത് വന്നത് ഒരു വലിയ രഹസ്യത്തിന്റെ തുടക്കമായിരുന്നു. വിലപിടിപ്പുള്ളതും കടുപ്പമേറിയതുമായ ആ പേപ്പറിൽ എഴുത്തുകാരന്റെ പേരോ വിലാസമോ ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ പേപ്പർ നിർമ്മിച്ചത് ബൊഹീമിയ എന്ന രാജ്യത്താണെന്ന് അതിന്റെ വാട്ടർമാർക്കിൽ നിന്ന് ഹോംസ് കണ്ടെത്തി. കത്തിലെ വരികൾ പ്രകാരം മുഖംമൂടി ധരിച്ച ഒരാൾ അന്ന് രാത്രി ഹോംസിനെ സന്ദർശിക്കുമെന്നും അതീവ രഹസ്യമായ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമെന്നും അറിയിച്ചിരുന്നു. യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ ശക്തികളുമായി ബന്ധപ്പെട്ട ഒരു കേസായിരിക്കും ഇതെന്ന് ഹോംസ് നേരത്തെ തന്നെ കണക്കുകൂട്ടി. കൃത്യം 8 മണിയായപ്പോൾ ബേക്കർ സ്ട്രീറ്റിൽ ഒരു കുതിരവണ്ടി വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടു. വളരെ ആഡംബരപൂർണമായ ആ വണ്ടിയിൽ നിന്നും ഒരു ഭീമൻ മനുഷ്യൻ താഴേക്കിറങ്ങുന്നത് ഹോംസ് ജനാലയിലൂടെ നിരീക്ഷിച്ചു. വാതിൽക്കൽ കേട്ട ആ ശക്തമായ മുട്ടൽ ഒരു വലിയ സംഭവത്തിന്റെ ആമുഖമായിരുന്നു. അകത്തേക്ക് കടന്നുവന്ന വ്യക്തി 6 അടിയിലധികം ഉയരമുള്ള ആളായിരുന്നു. കണ്ണുകൾക്ക് മുകളിൽ കറുത്ത മുഖംമൂടി ധരിച്ചിരുന്നെങ്കിലും ആ വ്യക്തിയുടെ വസ്ത്രധാരണവും പെരുമാറ്റവും വലിയൊരു രാജകുടുംബാംഗമാണെന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. കൈകളിൽ മുന്തിയ തരം രോമങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഓവർകോട്ടും കാലുകളിൽ അലങ്കാരപ്പണികളുള്ള ബൂട്ടുകളും അദ്ദേഹം ധരിച്ചിരുന്നു. കൗണ്ട് വോൺ ക്രാം എന്നാണ് തന്നെ പരിചയപ്പെടുത്തിയതെങ്കിലും ആ ശബ്ദത്തിലെ ഗാംഭീര്യം ഒരു സാധാരണ പ്രഭുവിൻ്റേതല്ലെന്ന് ഹോംസിന് പെട്ടെന്ന് തന്നെ ബോധ്യമായി. എന്തിനാണ് മുഖംമൂടി ധരിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ തന്റെ വ്യക്തിത്വം വെളിപ്പെടുത്താതിരിക്കാൻ രാജാവ് തന്നെ ഏൽപ്പിച്ച ദൗത്യമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഹോംസ് തന്റെ സൂക്ഷ്മമായ നിരീക്ഷണത്തിലൂടെ അദ്ദേഹം വെറുമൊരു പ്രതിനിധിയല്ലെന്നും സാക്ഷാൽ വിൽഹെം ഗോഡ്സ്റൈറ്റ് സിജിസ്മണ്ട് വോൺ ഹോംസ്റ്റീൻ ബൊഹീമിയയിലെ രാജാവാണെന്നും കൃത്യമായി പറഞ്ഞു. താൻ തിരിച്ചറിയപ്പെട്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ അതിഥി തന്റെ മുഖംമൂടി മാറ്റാൻ തയ്യാറായി. വളരെ നിരാശയോടെയും അസ്വസ്ഥതയോടെയും അദ്ദേഹം തന്റെ കഥ പറയാൻ തുടങ്ങി. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റ് വരാനിരിക്കുന്ന വിവാഹത്തെയും രാജ്യത്തിന്റെ സമാധാനത്തെയും ബാധിക്കുമോ എന്ന ഭയമാണ് അദ്ദേഹത്തെ ബേക്കർ സ്ട്രീറ്റിലെത്തിച്ചത്. 5 വർഷം മുമ്പ് വോർസോയിൽ താമസിച്ചിരുന്ന കാലത്ത് അദ്ദേഹം ഐറീൻ ആഡ്ലർ എന്ന പ്രശസ്തയായ ഒപ്പറ ഗായികയുമായി പ്രണയത്തിലായിരുന്നു. ആ ബന്ധം അന്നു വലിയ പ്രശ്നമല്ലായിരുന്നെങ്കിലും ഇപ്പോൾ അദ്ദേഹം സ്കാൻഡിനേവിയയിലെ രാജകുമാരിയുമായുള്ള വിവാഹത്തിനൊരുങ്ങുകയാണ്. ഈ വിവാഹം തകർക്കുമെന്ന് ഐറീൻ ആഡ്ലർ ഭീഷണിപ്പെടുത്തുന്നു. തങ്ങൾ ഒന്നിച്ചുള്ളൊരു ഫോട്ടോ അവരുടെ കൈവശമുണ്ട്.
ആ ഫോട്ടോ വീണ്ടെടുക്കാൻ പലതവണ ശ്രമിച്ചെങ്കിലും എല്ലാം പരാജയമായി എന്ന് അദ്ദേഹം സമ്മതിച്ചു. മോഷണത്തിലൂടെയും ഭീഷണിയിലൂടെയും ആ ഫോട്ടോ കൈക്കലാക്കാൻ രാജാവിൻ്റെ ആളുകൾ ശ്രമിച്ചിരുന്നു. ഐറീൻ ആഡ്ലറിൻ്റെ വീട് അരിച്ചുപെറുക്കിയെങ്കിലും ഫോട്ടോ കണ്ടെത്താനായില്ല. അവരുടെ യാത്രാ ബാഗുകൾ പലതവണ പരിശോധിച്ചെങ്കിലും ഒന്നും ലഭിച്ചില്ല. ഫോട്ടോ വ്യാജമാണെന്ന് വരുത്തി തീർക്കാൻ കഴിയില്ലേ എന്ന് ഡോക്ടർ വാട്സൺ ചോദിച്ചപ്പോൾ ആ ഫോട്ടോയിൽ രാജാവും ഐറീനും ഒന്നിച്ചാണെന്നും അത് തിരിച്ചറിയാൻ വളരെ എളുപ്പമാണെന്നും രാജാവ് പറഞ്ഞു. വിവാഹ നിശ്ചയത്തിൻ്റെ വാർത്ത പുറത്തുവന്നാൽ ആ ഫോട്ടോ രാജകുമാരിയുടെ കുടുംബത്തിന് അയച്ചു കൊടുക്കുമെന്നാണ് ഐറീനിൻ്റെ ഭീഷണി. ഇനി 3 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതിനുള്ളിൽ ഫോട്ടോ വീണ്ടെടുത്തില്ലെങ്കിൽ വലിയൊരു അന്താരാഷ്ട്ര വിവാദമായത് മാറുമെന്ന് രാജാവ് ആശങ്കപ്പെട്ടു. ഹോംസ് വളരെ ശാന്തനായിരുന്നുകൊണ്ട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. ഐറീൻ ആഡ്ലർ ഇപ്പോൾ എവിടെയാണ് താമസമെന്നും അവരുടെ ശീലങ്ങൾ എന്തൊക്കെയാണെന്നും ഹോംസ് കുറിച്ചെടുത്തു. ബ്രയോണി ലോഡ്ജ് എന്ന ലണ്ടനിലെ ഒരു വില്ലയിലാണ് അവരിപ്പോൾ താമസിക്കുന്നത്. ഒരു സാധാരണ സ്ത്രീയെപ്പോലെയല്ല ഐറീൻ ആഡ്ലർ പെരുമാറുന്നത്. അവർ അതിശക്തമായ വ്യക്തിത്വമുള്ളവളും ബുദ്ധിമതിയുമാണ്. ഏത് വെല്ലുവിളിയെയും നേരിടാൻ തയ്യാറുള്ളൊരു മനസ്സിൻ്റെ ഉടമയാണ് ആ സ്ത്രീ എന്ന് രാജാവിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാം. ഫോട്ടോ അയച്ചു കൊടുക്കുമെന്നവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതവർ ചെയ്തിരിക്കുമെന്ന കാര്യത്തിൽ രാജാവിന് സംശയമില്ലായിരുന്നു. പണത്തിനു വേണ്ടിയല്ല അവരിത് ചെയ്യുന്നത്, മറിച്ച് പ്രണയനൈരാശ്യത്തിൽ നിന്നുള്ള പ്രതികാരമാണ് അവരുടെ ലക്ഷ്യം. കാര്യങ്ങളുടെ ഗൗരവം ബോധ്യപ്പെട്ട ഹോംസ് താൻ ആ ദൗത്യം ഏറ്റെടുക്കാമെന്ന് രാജാവിന് ഉറപ്പു നൽകി. രാജാവ് പോയതിനുശേഷം ഹോംസ് തൻ്റെ ചിന്തകളിൽ മുഴുകി. ഈ കേസ് ലളിതമായി തോന്നാമെങ്കിലും ഇതിലൊളിഞ്ഞിരിക്കുന്ന അപകടങ്ങൾ ഹോംസ് മുൻകൂട്ടി കണ്ടു. ഐറീൻ ആഡ്ലർ എന്ന സ്ത്രീയുടെ ജീവിതശൈലിയും അവരുടെ ചുറ്റുമുള്ള ആളുകളെയും കുറിച്ച് പഠിക്കുകയാണ് ആദ്യത്തെ പടിയെന്ന് ഹോംസ് തീരുമാനിച്ചു. ഡോക്ടർ വാട്സനോട് അടുത്ത ദിവസം വൈകുന്നേരം വരാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഹോംസ് ആ രാത്രിയിലെ തൻ്റെ പ്ലാനുകൾ തയ്യാറാക്കി. ഒരു സാധാരണ ഗായികയ്ക്ക് എങ്ങനെയാണ് ഒരു രാജ്യത്തെ രാജാവിനെ ഇത്രമാത്രം ഭയപ്പെടുത്താൻ കഴിയുന്നത് എന്ന ചോദ്യം ഹോംസിൻ്റെ ബുദ്ധിയെ ഉണർത്തി. അടുത്ത ദിവസം രാവിലെ ഹോംസ് വേഷം മാറി ബ്രയോണി ലോഡ്ജിലേക്ക് പോയി. ഒരു കുതിരക്കാരൻ്റെ വേഷത്തിലായിരുന്നു ഹോംസ് അന്ന്. അവിടെയുള്ള മറ്റു കുതിരക്കാരോടും വേലക്കാരോടും സംസാരിച്ച് ഐറീൻ ആഡ്ലറിനെക്കുറിച്ചുള്ള പരമാവധി വിവരങ്ങൾ ശേഖരിക്കാനായിരുന്നു ശ്രമം. അവർക്ക് ദിവസവും വരാറുള്ള അതിഥികൾ, അവരുടെ യാത്രാ സമയങ്ങൾ, വീട്ടിലെ രഹസ്യ വഴികൾ എന്നിവയെല്ലാം ഹോംസ് കൃത്യമായി മനസ്സിലാക്കി വെച്ചു. ഗോഡ്ഫ്രീ നോർട്ടൺ എന്ന വക്കീൽ അവരെ നിരന്തരം സന്ദർശിക്കാറുണ്ടെന്ന വിവരം ഹോംസ് ഗൗരവമായി എടുത്തു. ആ ബന്ധം കേസിനെ എങ്ങനെ ബാധിക്കുമെന്ന് ഹോംസ് ചിന്തിച്ചു. ഉച്ച കഴിഞ്ഞപ്പോൾ ഒരു അപ്രതീക്ഷിത സംഭവം അവിടെ നടന്നു. ഗോഡ്ഫ്രീ നോർട്ടൺ വളരെ വേഗത്തിൽ ബ്രയണി ലോഡ്ജിലെത്തുകയും തുടർന്ന് ഐറീൻ ആഡ്ലറിനൊപ്പം ഒരു പള്ളിയിലേക്ക് തിരിക്കുകയും ചെയ്തു. കൗതുകം തോന്നിയ ഹോംസ് അവരെ പിന്തുടർന്നു. അവിടെ എത്തിയപ്പോൾ അപ്രതീക്ഷിതമായി അവർക്കൊരു സാക്ഷിയെ ആവശ്യമായി വന്നു. വേഷം മാറി നിന്ന ഹോംസിനെ അവർ തിരിച്ചറിഞ്ഞില്ല. അങ്ങനെ തന്റെ ശത്രുവായ ഐറീൻ ആഡ്ലറിന്റെ വിവാഹത്തിന് സാക്ഷിയാകാൻ ഹോംസിന് കഴിഞ്ഞു. ഇതൊരു വലിയ വഴിത്തിരിവായിരുന്നു. അവർ വിവാഹിതയായെങ്കിൽ ഒരുപക്ഷെ ആ ഫോട്ടോയുടെ ആവശ്യം അവർക്കിനി ഉണ്ടാവില്ലെന്ന് ഹോംസ് ആദ്യം കരുതിയെങ്കിലും ഒരു ബുദ്ധിമതിയായ സ്ത്രീ തന്റെ സുരക്ഷയ്ക്കായി ആ ഫോട്ടോ കാത്തുവെക്കുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. വൈകുന്നേരമായപ്പോൾ ഹോംസ് തിരികെ ബേക്കർ സ്ട്രീറ്റിലെത്തി തന്റെ അനുഭവങ്ങൾ ഡോക്ടർ വാട്സനോട് പങ്കുവച്ചു. കേസ് ഇപ്പോൾ കൂടുതൽ സങ്കീർണമായിരിക്കുന്നു. എങ്കിലും ആ ഫോട്ടോ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്താൻ ഹോംസ് ഒരു പുതിയ പ്ലാൻ തയ്യാറാക്കി. ശാരീരികമായ ബലം ഉപയോഗിക്കുന്നതിനേക്കാൾ മനഃശാസ്ത്രപരമായ നീക്കങ്ങളാണ് വേണ്ടതെന്ന് ഹോംസ് വിശ്വസിച്ചു. ഒരാൾ അപകടത്തിൽപ്പെടുമ്പോൾ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട വസ്തുവായിരിക്കും ആദ്യം സംരക്ഷിക്കാൻ ശ്രമിക്കുക എന്ന ലളിതമായ തത്വമാണ് ഹോംസ് ഉപയോഗിക്കാൻ തീരുമാനിച്ചത്. ഇതിനായി ഡോക്ടർ വാട്സന്റെ സഹായം അത്യാവശ്യമാണെന്ന് ഹോംസ് പറഞ്ഞു. പുകബോംബുകളും ചില നാടകീയമായ രംഗങ്ങളും ഉൾക്കൊള്ളുന്നതായിരുന്നു ആ പദ്ധതി. രാത്രിയുടെ നിശബ്ദതയിൽ ഹോംസ് തന്റെ വേഷം വീണ്ടും മാറ്റി. ഇത്തവണ ഒരു പാവം പാതിരിയുടെ വേഷമാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത്. ആ വേഷത്തിൽ ആരെയും സംശയിപ്പിക്കാതെ ഐറീൻ ആഡ്ലറിന്റെ വീട്ടിലേക്ക് പ്രവേശിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം കരുതി. തന്റെ പക്കൽ ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഹോംസ് പുറപ്പെടാൻ തയ്യാറായി. ഡോക്ടർ വാട്സനോട് വീടിനു പുറത്ത് കൃത്യസമയത്ത് കാത്തുനിൽക്കാൻ നിർദ്ദേശം നൽകി. ലണ്ടനിലെ തെരുവുകൾ ഉറങ്ങാൻ തുടങ്ങുമ്പോഴും ഹോംസ് എന്ന ഇതിഹാസ ഡിറ്റക്റ്റീവിന്റെ ബുദ്ധി തന്റെ ഏറ്റവും വലിയ വെല്ലുവിളിയെ നേരിടാൻ ഉണർന്നിരിക്കുകയായിരുന്നു. ഒരു സാമ്രാജ്യത്തിന്റെ ഭാവി ഒരു ഫോട്ടോയിൽ തൂങ്ങിക്കിടക്കുമ്പോൾ ഷെർലോക്ക് ഹോംസ് തന്റെ അടുത്ത നീക്കം നടത്താൻ ബ്രയണി ലോഡ്ജ് ലക്ഷ്യമാക്കി നീങ്ങി. വസ്ത്രധാരണത്തിലെ ഓരോ ചെറിയ കാര്യങ്ങളും ഷെർലോക്ക് ഹോംസ് വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. അല്പം നരച്ച താടിയും വിനയം തുളുമ്പുന്ന മുഖഭാവവും ആരെയും വിശ്വസിപ്പിക്കാൻ പോന്നതായിരുന്നു. ഡോക്ടർ വാട്സൺ നിർദ്ദേശിച്ചതനുസരിച്ച് വീടിന്റെ മതിലിന് പുറത്തുള്ള ഇരുട്ടിൽ പതുങ്ങി നിന്നു. ആ പദ്ധതിയുടെ വിജയം സമയക്രമീകരണത്തെ ആശ്രയിച്ചാണിരുന്നത്. ഐറീൻ ആഡ്ലർ എന്ന ബുദ്ധിമതിയായ സ്ത്രീയെ നേരിടുമ്പോൾ ഒട്ടും പിഴവ് സംഭവിക്കാൻ പാടില്ലെന്ന് ഷെർലോക്ക് ഹോംസ് ഉറപ്പിച്ചു.
ഒരു സാധാരണ മോഷണത്തിനു പകരം മനഃശാസ്ത്രപരമായ ഒരു യുദ്ധമാണ് അവിടെ നടക്കാൻ പോകുന്നതെന്ന് ചുറ്റും കൂടി നിന്നവർ അറിഞ്ഞതേയില്ല. പദ്ധതിയുടെ ഭാഗമായി ഷെർലോക്ക് ഹോംസ് ഏർപ്പാട് ചെയ്ത ഏതാനും വാടക ഗുണ്ടകൾ ആ തെരുവിൽ ചുറ്റിത്തിരിയുന്നുണ്ടായിരുന്നു. അവർ പരസ്പരം തർക്കിക്കുന്നതായും ബഹളം വയ്ക്കുന്നതായും അഭിനയിച്ചു. ഇത് കാണുന്ന ഏതാൾക്കും അവിടെ ഒരു ചെറിയ സംഘർഷം നടക്കുന്നുണ്ടെന്നേ തോന്നൂ. കൃത്യം ആ സമയത്താണ് ഐറീൻ ആഡ്ലർ തന്റെ കുതിരവണ്ടിയിൽ അവിടേക്കെത്തിയത്. വണ്ടിയിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങിയ ആ സ്ത്രീയെ സഹായിക്കാനെന്ന വണ്ണം ഷെർലോക്ക് ഹോംസ് ഓടിച്ചെന്നു. പെട്ടെന്ന് നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ ഗുണ്ടകൾ തമ്മിൽ അടിപിടി ആരംഭിച്ചു. ആ ബഹളത്തിനിടയിൽ ഷെർലോക്ക് ഹോംസ് നിലത്ത് വീഴുകയും മുഖത്തു നിന്നും രക്തം വരുന്നതുപോലെ അഭിനയിക്കുകയും ചെയ്തു. തന്റെ വീടിനു മുന്നിൽ പരിക്കേറ്റ് കിടക്കുന്ന ആ പാവം പാതിരിയെ സഹായിക്കാൻ ഐറീൻ ആഡ്ലർ താൽപ്പര്യം കാണിച്ചു. ആ സ്ത്രീയുടെ കരുണയുള്ള മനസ്സിനെ ഷെർലോക്ക് ഹോംസ് ഇവിടെ തന്ത്രപരമായി ഉപയോഗിക്കുകയായിരുന്നു. അതീവ ജാഗ്രതയോടെ ഐറീൻ ആഡ്ലർ ആ പാതിരിയെ വീടിനുള്ളിലെ സ്വീകരണ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഷെർലക് ഹോംസിന്റെ പദ്ധതിയുടെ ആദ്യഘട്ടം വിജയകരമായി പൂർത്തിയായി. ഒരപരിചിതന് ഒരിക്കലും പ്രവേശിക്കാൻ കഴിയാത്ത ആ വില്ലയ്ക്കുള്ളിൽ ഇപ്പോൾ ഷെർലക് ഹോംസ് എത്തിയിരിക്കുന്നു. മുറിയിലെ ഓരോ വസ്തുക്കളെയും തന്റെ നിശിതമായ കണ്ണുകൾ കൊണ്ട് ഷെർലക് ഹോംസ് നിരീക്ഷിച്ചു. ഭിത്തിയിലെ ചിത്രങ്ങൾ, മേശപ്പുറത്തെ അലങ്കാരങ്ങൾ, സോഫിയുടെ സ്ഥാനം എന്നിവയെല്ലാം ആ നിമിഷം തന്നെ മനസ്സിൽ രേഖപ്പെടുത്തി. അല്പം ശ്വാസം മുട്ടുന്നതായും ശുദ്ധവായു ആവശ്യമാണെന്നും അഭിനയിച്ചുകൊണ്ട് ഷെർലക് ഹോംസ് ജനാലക്കലിരുന്നു. ഇത് പുറത്തു നിൽക്കുന്ന ഡോക്ടർ വാട്സന് സിഗ്നൽ നൽകാനുള്ള ഒരു അടയാളമായിരുന്നു. മുറിക്കുള്ളിലെ രഹസ്യങ്ങൾ കണ്ടെത്താൻ ആ നിമിഷം അതീവ നിർണായകമായിരുന്നു. മുറിക്കുള്ളിലെ ഓരോ ചലനവും ഷെർലക് ഹോംസ് ശ്രദ്ധിച്ചു. ഐറീൻ ആഡ്ലർ ആ പാതിരിയുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുകയും വെള്ളം നൽകുകയും ചെയ്തു. എന്നാൽ ഷെർലക് ഹോംസിന്റെ ശ്രദ്ധ മുഴുവൻ ആ മുറിയിലെ ഒരു പ്രത്യേക ഭിത്തിയിലായിരുന്നു. സാധാരണയായി പ്രധാനപ്പെട്ട രേഖകൾ സൂക്ഷിക്കാൻ സാധ്യതയുള്ള ഇടങ്ങൾ ഷെർലക് ഹോംസ് മുൻകൂട്ടി കണ്ടിരുന്നു. ഒരു ഡിറ്റക്റ്റീവ് എന്ന നിലയിലുള്ള വർഷങ്ങളുടെ പരിചയം അത്തരം ഒളിതാവളങ്ങൾ കണ്ടെത്താൻ ഷെർലക് ഹോംസിനെ സഹായിച്ചു. എന്നിരുന്നാലും ഫോട്ടോ കൃത്യമായി എവിടെയാണെന്ന് ഉറപ്പിക്കാൻ ഒരു പ്രേരണ ആവശ്യമായിരുന്നു. ജനാലയ്ക്കിലിരുന്നുകൊണ്ട് കൈ ഉയർത്തിയപ്പോൾ പുറത്ത് കാത്തുനിന്ന ഡോക്ടർ വാട്സൺ തന്റെ കയ്യിലുണ്ടായിരുന്ന പുകബോംബ് വീടിനുള്ളിലേക്ക് എറിഞ്ഞു. ആ നിമിഷം മുതൽ നാടകീയമായ രംഗങ്ങൾ ആരംഭിച്ചു. പെട്ടെന്ന് മുറിക്കുള്ളിൽ കനത്ത പുക നിറയാൻ തുടങ്ങി. തെരുവിൽ നിന്നും തീ തീ എന്ന നിലവിളികൾ ഉയർന്നു. മനുഷ്യസഹജമായ പ്രതികരണങ്ങൾ പഠിച്ചറിഞ്ഞ ഷെർലക് ഹോംസിന് അറിയാമായിരുന്നു, അപകടം സംഭവിക്കുമ്പോൾ ഏതൊരാളും താൻ ഏറ്റവും വിലപ്പെട്ടതെന്ന് കരുതുന്ന വസ്തുവിലേക്ക് അറിയാതെ നോക്കിപ്പോകുമെന്ന്. പുക കണ്ടപ്പോൾ പരിഭ്രാന്തിയായ ഐറീൻ ആഡ്ലർ മുറിയിലെ ഒരു വലതുവശത്തെ ഭിത്തിയിലേക്ക് ഓടുകയും അവിടെയുള്ള ഒരു ചെറിയ സീക്രട്ട് പാനൽ തുറക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ആ ഫോട്ടോ അവിടെയുണ്ടെന്ന് ഷെർലക് ഹോംസ് ആ നിമിഷം തന്നെ തിരിച്ചറിഞ്ഞു. ലക്ഷ്യം പൂർത്തിയായതെന്ന് കണ്ടപ്പോൾ പുക കെട്ടടങ്ങിയതായും അതൊരു വ്യാജ വാർത്തയായിരുന്നുവെന്നും ഷെർലക് ഹോംസ് എല്ലാവരെയും വിശ്വസിപ്പിച്ചു. തനിക്ക് ഭേദമുണ്ടെന്നും ഉടൻ തന്നെ അവിടെ നിന്നും പോകണമെന്നും പറഞ്ഞ് ഷെർലക് ഹോംസ് പുറത്തിറങ്ങി. പുറത്തുവന്ന ഉടനെ വേഷം മാറ്റി ഷെർലക് ഹോംസ് തന്റെ സ്വാഭാവിക രൂപത്തിലേക്ക് മടങ്ങി. ഡോക്ടർ വാട്സനൊപ്പം ബേക്കർ സ്ട്രീറ്റിലേക്ക് നടക്കുമ്പോൾ ഷെർലക് ഹോംസ് തികഞ്ഞ ആത്മവിശ്വാസത്തിലായിരുന്നു. ഫോട്ടോയുടെ സ്ഥാനം കണ്ടെത്തിയെന്നും ഇനി അത് കൈക്കലാക്കുക എന്നത് മാത്രമാണ് ബാക്കിയുള്ളതെന്നും ഷെർലക് ഹോംസ് വിശദീകരിച്ചു. ആ സ്ത്രീ തന്റെ ബുദ്ധി കൊണ്ട് വലിയൊരു സാമ്രാജ്യത്തെ വിറപ്പിക്കുന്നുണ്ടെങ്കിലും ഷെർലക് ഹോംസിന്റെ ഈ തന്ത്രം അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം വിശ്വസിച്ചു. എന്നാൽ ആ രാത്രിയിൽ അവർ നടന്നു പോകുമ്പോൾ പിന്നിൽ നിന്നും ഒരാൾ ഗുഡ് നൈറ്റ് മിസ്റ്റർ ഹോംസ് എന്ന് അഭിവാദ്യം ചെയ്തത് ഷെർലക് ഹോംസിനെ ഒന്ന് അത്ഭുതപ്പെടുത്തി. ഇരുട്ടിൽ ആ മുഖം കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ആ ശബ്ദം എവിടെയോ കേട്ടുമറന്നതുപോലെ അദ്ദേഹത്തിന് തോന്നി. വീട്ടിലെത്തിയ ശേഷം ഷെർലക് ഹോംസ് ആ ശബ്ദത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിച്ചു. തന്റെ വേഷപ്പകർച്ച ഇത്ര പെട്ടെന്ന് ആർക്കെങ്കിലും തിരിച്ചറിയാൻ കഴിയുമോ എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് സംശയമുണ്ടായിരുന്നു. എങ്കിലും തന്റെ ദൗത്യം ഏതാണ്ട് പൂർത്തിയായെന്ന സന്തോഷത്തിൽ അദ്ദേഹം ഉറങ്ങാൻ കിടന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ ബൊഹീമിയ രാജാവിനെ കൂട്ടി ബ്രയോണി ലോഡ്ജിലെത്തണമെന്നും ഫോട്ടോ അവിടെ നിന്നും മാറ്റുന്നതിനു മുമ്പ് അത് കൈക്കലാക്കണമെന്നും അദ്ദേഹം തീരുമാനിച്ചു. രാജാവിന് ഈ വാർത്ത വലിയൊരു ആശ്വാസമായിരിക്കുമെന്നും ഒരു അന്താരാഷ്ട്ര വിവാദം ഒഴിവാക്കാൻ തനിക്ക് കഴിഞ്ഞുവെന്നുമുള്ള സംതൃപ്തി ഷെർലക് ഹോംസിൽ പ്രകടമായി. എന്നാൽ കാര്യങ്ങൾ അത്ര ലളിതമായിരുന്നില്ലെന്ന് പിറ്റേ ദിവസം അദ്ദേഹം തിരിച്ചറിയാൻ പോവുകയായിരുന്നു. അടുത്ത ദിവസം രാവിലെ 8 മണിയായപ്പോൾ ബൊഹീമിയ രാജാവ് വലിയ ആവേശത്തിൽ ബേക്കർ സ്ട്രീറ്റിലെത്തി. ഫോട്ടോ ലഭിച്ചോ എന്നറിയാനുള്ള വെപ്രാളം അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടായിരുന്നു. ഷെർലക് ഹോംസ് എല്ലാം വിശദീകരിച്ചപ്പോൾ രാജാവ് തന്റെ സന്തോഷം മറച്ചുവെച്ചില്ല. അവർ 3 പേരും ഉടൻ തന്നെ ബ്രയോണി ലോഡ്ജിലേക്ക് തിരിച്ചു. വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ രാജാവ് ഷെർലക് ഹോംസിന് വലിയ പാരിതോഷികങ്ങൾ വാഗ്ദാനം ചെയ്തു. എന്നാൽ പണത്തേക്കാൾ ഉപരിയായി ഈ കേസ് തെളിയിക്കുന്നതിലെ വെല്ലുവിളിയായിരുന്നു ഷെർലക് ഹോംസിന് പ്രധാനം. താൻ തോൽപ്പിക്കാൻ പോകുന്ന ആ സ്ത്രീയുടെ ബുദ്ധിയെക്കുറിച്ച് അദ്ദേഹം വീണ്ടും ഓർത്തു. പക്ഷേ വിജയത്തിന്റെ വക്കിലെത്തുമ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ അദ്ദേഹം മുൻകൂട്ടി കണ്ടിരുന്നില്ല. ബ്രയോണി ലോഡ്ജിന്റെ വാതിൽക്കലെത്തിയപ്പോൾ അവിടെയുള്ള വേലക്കാരി അവരെ സ്വീകരിച്ചു.
എന്നാൽ ആ വേലക്കാരിയുടെ ഭാവത്തിൽ ഒരു പരിഹാസം കലർന്ന ചിരിയുണ്ടായിരുന്നതായി ഷെർലോക്ക് ഹോംസ് ശ്രദ്ധിച്ചു. ഐറീൻ ആഡ്ലർ വീട്ടിലുണ്ടോ എന്ന ചോദ്യത്തിന് അവർ നഗരം വിട്ടുപോയി എന്ന മറുപടിയാണ് ലഭിച്ചത്. അവർ യൂറോപ്പിലേക്ക് മടങ്ങിയെന്നും ഇനിയൊരിക്കലും ലണ്ടനിലേക്ക് വരില്ലെന്നും വേലക്കാരി അറിയിച്ചു. ഇത് കേട്ട രാജാവ് ഞെട്ടിപ്പോയി. ഫോട്ടോ കൂടെ കൊണ്ടുപോയിട്ടുണ്ടാകുമോ എന്ന ഭയം അദ്ദേഹത്തെ പിടികൂടി. ഉടൻ തന്നെ ഷെർലോക്ക് ഹോംസ് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ ആ രഹസ്യ കവാടത്തിനടുത്തേക്ക് ഓടിച്ചെന്നു. രാജാവും ഡോക്ടർ വാട്സണും അദ്ദേഹത്തെ പിന്തുടർന്നു. ആ ഭിത്തിയിലെ രഹസ്യ അറ തുറന്നപ്പോൾ അവിടെ അവരെ കാത്തിരുന്നത് ഒരു വലിയ സർപ്രൈസ് ആയിരുന്നു. ആ അറയ്ക്കുള്ളിൽ ആ ഫോട്ടോ ഉണ്ടായിരുന്നില്ല. പകരം ഐറീൻ ആഡ്ലറിന്റെ മാത്രമുള്ള ഒരു ഫോട്ടോയും ഒരു നീണ്ട കത്തുമാണ് അവിടെ ഇരുന്നത്. ഷെർലോക്ക് ഹോംസ് ആ കത്തെടുത്ത് വായിക്കാൻ തുടങ്ങി. ആ വരികൾ അദ്ദേഹത്തിന്റെ ബുദ്ധിയെ ഒന്നാകെ പിടിച്ചുലയ്ക്കുന്നതായിരുന്നു. മിസ്റ്റർ ഹോംസ്, നിങ്ങൾ എന്നെ കബളിപ്പിക്കുകയായിരുന്നുവെന്നെനിക്ക് മനസ്സിലായി. ആ പാവം പാതിരി നിങ്ങൾ തന്നെയായിരുന്നു. നിങ്ങളുടെ പുകബോംബ് തന്ത്രം വളരെ മികച്ചതായിരുന്നു. അതെന്നെ പേടിപ്പിച്ചു. പക്ഷെ നിങ്ങൾ പോയ ഉടനെ എനിക്ക് സംശയം തോന്നി. ഞാനൊരു പുരുഷന്റെ വേഷം ധരിച്ച് നിങ്ങളെ ബേക്കർ സ്ട്രീറ്റ് വരെ പിന്തുടർന്നു. അവിടെ വെച്ചാണ് നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വം ഞാൻ തിരിച്ചറിഞ്ഞത്. കത്തിലെ വരികൾ ഷെർലോക്ക് ഹോംസിനെ വിസ്മയിപ്പിച്ചു. കത്ത് തുടർന്നു. രാജാവിനിനി പേടിക്കേണ്ടതില്ല. ഞാനിപ്പോൾ വിവാഹിതയാണ്. എന്നെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവ് എനിക്കൊപ്പമുണ്ട്. പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആരെയും ഉപദ്രവിക്കാൻ എനിക്ക് താൽപ്പര്യമില്ല. എങ്കിലും എന്റെ സുരക്ഷയ്ക്കായി ആ ഫോട്ടോ ഞാൻ എന്റെ കൈവശം വയ്ക്കുന്നു. പകരമായി എന്റെ ഈ ഫോട്ടോ രാജാവിന് നൽകുന്നു. തന്റെ ജീവിതത്തിൽ ആദ്യമായി ഒരു സ്ത്രീ തന്നെ തോൽപ്പിച്ചിരിക്കുന്നു എന്ന വസ്തുത ഷെർലോക്ക് ഹോംസിന് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. തന്റെ എല്ലാ തന്ത്രങ്ങളെയും അവർ കൃത്യമായി മുൻകൂട്ടി കണ്ടു. ബേക്കർ സ്ട്രീറ്റിൽ വെച്ച് തനിക്ക് അഭിവാദ്യം നൽകിയ ആ ശബ്ദം ഐറീൻ ആഡ്ലറിൻ്റേതായിരുന്നുവെന്ന് അദ്ദേഹം വൈകി തിരിച്ചറിഞ്ഞു. തന്റെ വേഷപകർച്ചയേക്കാൾ മികച്ചതായിരുന്നു ആ സ്ത്രീയുടേതെന്ന് അദ്ദേഹം സമ്മതിച്ചു. രാജാവ് ആ ഫോട്ടോ നോക്കി നെടുവീർപ്പെട്ടു. തനിക്ക് നഷ്ടപ്പെട്ടത് എത്രമാത്രം ബുദ്ധിയുള്ള ഒരു സ്ത്രീയെയായിരുന്നുവെന്ന് അദ്ദേഹം ഓർത്തു. ഷെർലോക്ക് ഹോംസിന് നൽകാൻ വച്ചിരുന്ന വിലപിടിപ്പുള്ള മോതിരം അദ്ദേഹം നീട്ടി. എന്നാൽ ഷെർലോക്ക് ഹോംസ് അത് നിരസിച്ചു. പകരം ഐറീൻ ആഡ്ലർ ഉപേക്ഷിച്ചുപോയ ആ ഫോട്ടോ മാത്രം അദ്ദേഹം ആവശ്യപ്പെട്ടു. ആ സംഭവത്തിന് ശേഷം ഷെർലോക്ക് ഹോംസ് സ്ത്രീകളെക്കുറിച്ചുള്ള തന്റെ അഭിപ്രായം പൂർണ്ണമായും മാറ്റി. ലോകത്തിലെ ഏറ്റവും വലിയ ഡിറ്റക്റ്റീവ് പോലും ആദരവോടെ ദ വുമൻ എന്ന് വിളിച്ചത് ഐറീൻ ആഡ്ലർ എന്ന ഗായികയെ മാത്രമായിരുന്നു. ബുദ്ധിയും ധൈര്യവും ഒത്തുചേർന്നാൽ ഏതു വലിയ ശക്തിയെയും തോൽപ്പിക്കാമെന്ന് അവർ തെളിയിച്ചു. ബൊഹീമിയയിലെ ആ വിവാദം അങ്ങനെ അവസാനിച്ചെങ്കിലും ഷെർലോക്ക് ഹോംസിന്റെ ഓർമ്മകളിൽ ഐറീൻ ആഡ്ലർ എന്നും ഒരു വിസ്മയമായി നിലകൊണ്ടു. എന്നാൽ ആശ്വാസത്തിന്റെ ആ നിമിഷങ്ങൾ അധികം നീണ്ടു നിന്നില്ല. ലണ്ടനിലെ മഞ്ഞുമൂടിയ തെരുവുകളിൽ മറ്റൊരു നിഗൂഢത പുകയുകയായിരുന്നു. ഒരു സാധാരണക്കാരനായ പണമിടപാടുകാരൻ ബേക്കർ സ്ട്രീറ്റിലേക്ക് ഓടിക്കയറി വന്നു. അദ്ദേഹം പറഞ്ഞ കഥ കേട്ട് ഡോക്ടർ വാട്സൺ പോലും സ്തംഭിച്ചുപോയി. ചുവന്ന മുടിയുള്ളവർക്ക് മാത്രം പ്രവേശനമുള്ള അവിശ്വസനീയമായ തുക പ്രതിഫലം നൽകുന്ന ഒരു നിഗൂഢ സംഘടന. നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഷെർലോക്ക് ഹോംസ് തന്റെ പൈപ്പ് ആഞ്ഞുവലിച്ചു. കണ്ണുകളിൽ ഒരു പുതിയ ആവേശം തിളങ്ങി. വാട്സൺ, കളി തുടങ്ങിയിട്ടേയുള്ളൂ. ലണ്ടൻ നഗരം ഉറങ്ങുമ്പോൾ ഭൂമിക്കടിയിലെ തുരങ്കങ്ങളിൽ നിന്ന് ഒരു വലിയ വിപത്ത് തലപൊക്കുന്നു. ആ ചുവന്ന മുടിയുള്ളവർ ആസൂത്രണം ചെയ്യുന്നതെന്ത്? നിഗൂഢതകളുടെ ആഴങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന അടുത്ത അധ്യായം ഉടൻ വരുന്നു. The Red-Headed League.